വിശദമായി ആറന്മുള വിമാനത്താവളത്തിനായി KGS ഗ്രൂപ്പുമായി നടത്തിയ ഭൂമി കൈമാറ്റങ്ങൾ അസാധുവെന്ന വിലയിരുത്തൽ നിയമം ലംഘിച്ച് കൈവശം വച്ചിരുന്ന ഭൂമി ഏറ്റെടുക്കുന്നതിന് കോഴഞ്ചേരി താലൂക്ക് ലാൻഡ് ബോർഡ് ചെയർമാനും അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റുമായ അനു എസ് നായർ ഉത്തരവിറക്കി 7 ദിവസത്തിനകം സ്ഥലം സർക്കാരിലേക്ക് നിക്ഷിപ്തമാക്കുന്നതിന് കോഴഞ്ചേരി അടൂർ ആലത്തൂർ തഹസിൽദാർക്ക് നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി ബിജേഷ് ചേരുന്നുണ്ട്. ബിജേഷ്, എത്ര ഏക്കർ സ്ഥലമാണ് ഇപ്പോൾ മിച്ചഭൂമിയായി കണ്ടതിനെ തുടർന്ന് ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്? മനു, ആറന്മുള വിമാനത്താവളത്തിനായി എബ്രഹാം കലമണ്ണിൽ കേരള ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് അനുവദനീയമായതിൽ കൂടുതലായി കൈവശം വെച്ചിരുന്ന 293.30 ഏക്കർ സ്ഥലമാണ് മിച്ചഭൂമിയായി സർക്കാരിലേക്ക് ഏറ്റെടുക്കുന്നതിന് കോഴഞ്ചേരി താലൂക്ക് ലാൻഡ് ബോർഡ് ചെയർമാനും അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റുമായ അനു എസ് നായർ ഇന്ന് ഉത്തരവിറക്കിയിരിക്കുന്നത്. അത് കേരള ഭൂപരിഷ്കരണ നിയമം 85-ാം വകുപ്പ് പ്രകാരം കോഴഞ്ചേരി അടൂർ ആലത്തൂർ താലൂക്കുകളിലുള്ള ഭൂമിയാണ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആകെ 118.75 ഹെക്ടർ സ്ഥലമാണ് മിച്ചഭൂമിയായി ഏറ്റെടുക്കുക. ഇത് 7 ദിവസത്തിനകം സ്ഥലം സർക്കാരിലേക്ക് നിക്ഷിപ്തമാക്കുന്നതിന് 3 തഹസിൽദാർമാർക്ക്, അതായത് കോഴഞ്ചേരി അടൂർ ആലത്തൂർ തഹസിൽദാർമാർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കേരള ഭൂപരിഷ്കരണ നിയമത്തിലെ വ്യവസ്ഥകൾ മറികടന്ന് ഭൂമി സമ്പാദിക്കുന്നതിന് എബ്രഹാം കലമണ്ണിൽ തന്നെയാണ് 2 സൊസൈറ്റികൾ രൂപീകരിച്ചതെന്ന് കഴിഞ്ഞ മാസം 12-ന് ചേർന്ന താലൂക്ക് ലാൻഡ് ബോർഡ് യോഗം കണ്ടെത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ വ്യത്യസ്തങ്ങളായ സൊസൈറ്റികളുടെ പേരിൽ മിച്ചഭൂമി കേസ് എടുത്തത് തെറ്റാണെന്ന എബ്രഹാം കലമണ്ണിന്റെ വാദം തള്ളിക്കളയുകയാണ് ചെയ്തത്. അതേസമയം എബ്രഹാം കലമണ്ണിൽ KGS ഗ്രൂപ്പുമായി നടത്തിയിട്ടുള്ള ഭൂമി കൈമാറ്റങ്ങൾ കേരള ഭൂപരിഷ്കരണ നിയമം വകുപ്പ് 84 പ്രകാരം അസാധുവാണെന്നും യോഗം വിലയിരുത്തുകയും ചെയ്തു. ഭൂപരിഷ്കരണ നിയമത്തിലെ ഇളവുകളൊന്നും തന്നെ ആറന്മുള വിമാനത്താവള കമ്പനിക്ക് അനുവദിക്കുന്നതിന് കഴിയില്ല എന്ന സർക്കാർ തീരുമാനവും അതോടൊപ്പം തന്നെ ആറന്മുള വിമാനത്താവള പദ്ധതി നിർമ്മാണവുമായി ബന്ധപ്പെട്ട നടപടികൾ തുടരേണ്ടതില്ലെന്നുള്ള സർക്കാർ തീരുമാനവും നിരീക്ഷിച്ചാണ് ഇന്ന് യോഗം ഇത്തരത്തിൽ സ്ഥലം സർക്കാരിലേക്ക് ഏറ്റെടുക്കുന്നതിന് തീരുമാനിച്ചിരിക്കുന്നത്. അനുവദനീയമായതിൽ കൂടുതൽ ഭൂമി സമ്പാദിച്ചതിനെ തുടർന്ന് എബ്രഹാം കലമണ്ണിനെതിരെ മിച്ചഭൂമി കേസ് ആരംഭിക്കുന്നതിന് സംസ്ഥാന ലാൻഡ് ബോർഡ് 2012 ജൂലൈ 3-ന് കോഴഞ്ചേരി താലൂക്ക് ലാൻഡ് ബോർഡിന് അനുമതി നൽകിയിരുന്നു. ഇതിന്റെ തുടർച്ചയായി 2013 ഏപ്രിൽ 10-ന് 136.31 ഹെക്ടർ ഭൂമി മിച്ചഭൂമിയായി പ്രഖ്യാപിച്ച് സർക്കാരിലേക്ക് ഏറ്റെടുക്കുന്നതിന് താലൂക്ക് ലാൻഡ് ബോർഡ് ഉത്തരവും ഇറക്കിയിരുന്നു. പക്ഷേ ഈ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കുകയായിരുന്നു ചെയ്തത്. ഇതിനിടെ താലൂക്ക് ലാൻഡ് ബോർഡിന്റെ കാലാവധി അവസാനിക്കുകയും ചെയ്തു. പിന്നെ സിറ്റിംഗ് നടത്തി ഉത്തരവ് നൽകുന്നതിന് സാധിച്ചിരുന്നില്ല. ഈ വർഷം ജനുവരി 3-നാണ് താലൂക്ക് ലാൻഡ് ബോർഡുകൾ പുനഃസംഘടിപ്പിച്ച് ഉത്തരവായത്. മാർച്ച് 30-ന് ചേർന്ന ആദ്യ സിറ്റിംഗിൽ തന്നെ ഈ കേസ് പുതുതായി ആരംഭിക്കുന്നതിന് തീരുമാനിക്കുകയും ചെയ്തിരുന്നു. മനു, ശരി, ബിജേഷാണ് വിവരങ്ങൾ നൽകിയത്. ബാർ കോഴ കേസിൽ ബിജു രമേശ് സമർപ്പിച്ച ശബ്ദരേഖ എഡിറ്റ് ചെയ്തതെന്ന് വിജിലൻസ് കോടതിയിൽ. അഹമ്മദാബാദിലെ ഫോറൻസിക് പരിശോധനയിലാണ് കണ്ടെത്തൽ. വിവരങ്ങളുമായി റിനു ചേരുന്നുണ്ട്. റിനു, ഈ ഫോറൻസിക് പരിശോധനയിൽ എന്തൊക്കെ വിവരങ്ങളാണ് വിജിലൻസിന് ലഭിച്ചിരിക്കുന്നത്? മനു, ബിജു രമേശ് ബാർക്കോഴ കേസിൽ മുൻ ധനമന്ത്രി മാണിക്ക് പണം നൽകിയതുമായി ബന്ധപ്പെട്ട് പണപ്പിരിവ് നടത്തിയെന്ന ആരോപിക്കുന്ന ശബ്ദരേഖകളാണ് അന്ന് വിജിലൻസ് നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ സെൻട്രൽ ഫോറൻസിക് ലബോറട്ടറിയിൽ നടന്ന പരിശോധനയിൽ ഇവ വ്യാജമാണെന്നും ഇവ എഡിറ്റ് ചെയ്തതാണെന്നും ഉള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അതായത് ബാർ കേസുമായി ബന്ധപ്പെട്ട് മറ്റ് ബാറുടമകളിൽ നിന്ന് മീറ്റിംഗ് നടത്തി പണപ്പിരിവ് നടത്തി എന്നുള്ള ശബ്ദരേഖ ആയിരുന്നു ഇതിൽ. ബിജു രമേശിന്റെ ആരോപണം ഇത് ശരിക്കൊള്ളിക്കുന്നതായിരുന്നു. എന്നാൽ ഇതിനു വേണ്ടി അദ്ദേഹം അന്ന് റെക്കോർഡ് ചെയ്ത ജിയോണി ഫോണും ഒപ്പം CD-യുമാണ് വിജിലൻസിന് കൊടുത്തിരുന്നത്. ഇവ വിദഗ്ധമായി പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ലാബിൽ നിന്ന് ഇത്തരം ഒരു ഫലം പുറത്തു വരുന്നത്. എന്നാൽ ഇത് തന്നെ കൊടുക്കാനാണെന്നും അന്വേഷണം വഴിമുട്ടിക്കാനുമാണ് ഇത്തരത്തിലൊരു ആരോപണമായി മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ബിജു രമേശിന്റെ ഇപ്പോഴത്തെ ആരോപണം. ശരി, റീനുവാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടിയുടെ പേര് നടൻ അജു വർഗീസ് ഫേസ്ബുക്കിൽ പരാമർശിച്ചെന്ന കേസ് റദ്ദാക്കാനാവില്ലെന്ന് ഹൈക്കോടതി. ഇരയുമായി ഒത്തുതീർപ്പുണ്ടാക്കി കേസ് റദ്ദാക്കാനാവില്ലെന്നും കോടതി വ്യക്തമാക്കി. കേസിൽ പരാതിക്കാരന്റെ നിലപാട് അറിയിക്കാൻ നോട്ടീസ് അയച്ചു. പോലീസ് അന്വേഷണത്തിൽ ഇടപെടാനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടൻ അജു വർഗീസിനെതിരായ കേസ് റദ്ദാക്കാനാവില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയത്. ഇരയുമായി ഒത്തുതീർപ്പുണ്ടാക്കി FIR റദ്ദാക്കാനാവില്ലെന്നും കോടതി പറഞ്ഞു. വിഷയം 2 വ്യക്തികൾ തമ്മിലുള്ളതല്ലെന്നും സമൂഹത്തെ ബാധിക്കുന്നതാണെന്നും കോടതി നിരീക്ഷിച്ചു. ഹർജിയെ സർക്കാർ അഭിഭാഷകൻ എതിർത്തു. കേസ് റദ്ദാക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. കേസിലെ പരാതിക്കാരന്റെ നിലപാട് അറിയിക്കാൻ ഹൈക്കോടതി നോട്ടീസ് അയച്ചു. ആക്രമിക്കപ്പെട്ട നടിയുടെ പേര് വെളിപ്പെടുത്തിയ കേസിൽ FIR റദ്ദാക്കണമെന്ന ആവശ്യവുമായാണ് അജു ഹൈക്കോടതിയെ സമീപിച്ചത്. കേസ് പിൻവലിക്കുന്നതിൽ തനിക്ക് എതിർപ്പില്ലെന്ന നടിയുടെ സത്യവാങ്മൂലവും അജു കോടതിയിൽ സമർപ്പിച്ചിരുന്നു. വിഷയത്തിൽ തനിക്ക് പരാതിയില്ലെന്നും കേസ് കൊടുക്കാൻ താൻ ആരെയും ചുമതലപ്പെടുത്തിയില്ലെന്നും സത്യവാങ്മൂലത്തിൽ നടി വ്യക്തമാക്കുന്നുണ്ട്. ഹർജി കോടതി പിന്നീട് പരിഗണിക്കും.
കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബുവാണ് കേസിലെ പരാതിക്കാരൻ. ദിലീപിനെതിരായ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ഫേസ്ബുക്കിൽ നടിയുടെ പേര് അജു സൂചിപ്പിച്ചത്. എന്നാൽ ഇത് തെറ്റാണെന്ന് തിരുത്തി അജു വർഗീസ് മാപ്പ് ചോദിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പേര് പരാമർശിച്ചതിൽ ഇരയ്ക്ക് പരാതിയില്ലെങ്കിലും കുറ്റമില്ലാതാകില്ലെന്ന ഹൈക്കോടതി പരാമർശം പോലീസിനെയും വെട്ടിലാക്കുന്നു. നടിയുടെ പേര് ഉൾപ്പെടുത്തി ഫേസ്ബുക്ക് പോസ്റ്റിട്ട റിമ കല്ലിങ്കലിനെതിരെ കേസെടുക്കാത്തതാണ് പോലീസിന് വിനയായത്. ഇക്കാര്യത്തിൽ നിയമോപദേശം തേടിയിരിക്കുകയാണ് പോലീസ്. ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇരയായ നടിയുടെ പേര് പരാമർശിച്ചതിൽ അജു വർഗീസിനെതിരെ കേസെടുത്ത നടപടി സ്റ്റേ ചെയ്യാനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി നടത്തിയ പരാമർശമാണ് ഇപ്പോൾ പോലീസിന് വിനയായത്. നേരത്തെ സമാനമായ കുറ്റം ചെയ്ത റീമ കല്ലിങ്ങിനെതിരെ ഇതുവരെ നടപടിയെടുക്കാത്തത് പോലീസിനെയും വെട്ടിലാക്കി. ഇരയ്ക്ക് പരാതിയില്ലെന്ന് എഴുതി നൽകിയ കത്ത് ഹാജരാക്കിയായിരുന്നു റീമ അന്ന് കേസിൽ നിന്നും തലയൂരിയത്. ദിലീപിനെ അറസ്റ്റ് ചെയ്ത ശേഷം നടി ഇറക്കിയ പ്രസ്താവന ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടപ്പോഴായിരുന്നു റീമയ്ക്ക് അബദ്ധം പിണഞ്ഞത്. പിന്നീട് പേര് മാറ്റിയെങ്കിലും അബ്ദുള്ള സയണി എന്നയാൾ ബിനാനിപുരം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ അജു വർഗീസും ഇരയുമായി ഒത്തീർപ്പാക്കിയ വിവരം അറിയിച്ചപ്പോഴാണ് ഇരയ്ക്ക് പരാതിയില്ലെങ്കിലും കുറ്റം ഇല്ലാതാകില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചത്. ഇതോടെ റീമ കല്ലിങ്ങിനെതിരെയും കുറ്റം നിലനിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. പുതിയ പശ്ചാത്തലത്തിൽ നിയമോപദേശം തേടി തുടർ നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ നടൻ സിദ്ദിഖിനെ ചോദ്യം ചെയ്തു. കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് സിദ്ദിഖിനെ ചോദ്യം ചെയ്തത്. അതേസമയം കാക്കനാട് ജയിലിൽ സൂപ്രണ്ടിന്റെ സാന്നിധ്യത്തിൽ പൾസർ സുനിയെയും വീണ്ടും ചോദ്യം ചെയ്യാൻ അങ്കമാലി കോടതി അനുമതി നൽകി. ദിലീപ് പറഞ്ഞതനുസരിച്ച് പൾസർ സുനിയെ വിളിച്ചിട്ടുണ്ടെന്ന് മാനേജർ അപ്പുണ്ണി പോലീസിനോട് പറഞ്ഞു. ഇതിനിടെ സുനി ഉൾപ്പെടെയുള്ള പ്രതികളുടെ റിമാൻഡ് കാലാവധി ഈ മാസം 16 വരെ നീട്ടുകയും ചെയ്തു. താളിപ്പറമ്പിൽ വ്യാജരേഖ ചമച്ച് 400 കോടിയുടെ വസ്തു തട്ടിയെടുത്ത സംഭവത്തിൽ റിട്ടയർഡ് ജോയിന്റ് രജിസ്ട്രാറെ കൊലപ്പെടുത്തിയത് തന്നെയെന്ന സംശയം. മരിച്ച ബാലകൃഷ്ണന്റെ ആന്തരികാവയവങ്ങളെല്ലാം തകരാറിലായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പകർപ്പ് PPTVക്ക് ലഭിച്ചു. കണ്ണൂരിലെ പ്രമുഖ മഹിളാ കോൺഗ്രസ് നേതാവായ അഭിഭാഷക ശൈലജയും ഭർത്താവും ചേർന്നാണ് വ്യാജരേഖ ചമച്ച് വസ്തു തട്ടിയെടുത്തത്. തളിപ്പറമ്പ് ദേശീയപാതയോരത്ത് കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഏക്കർ കണക്കിന് ഭൂമിയാണിത്. ഈ ഭൂമി തട്ടിയെടുക്കാനാണ് അഭിഭാഷകയും ഭർത്താവും വൃദ്ധനെ കൊന്നത് എന്ന ആരോപണമാണ് ഉയരുന്നത്. ആ വിവാദം കത്തിപ്പടരുകയാണ്. അതേസമയം ആ വിവാദം ശരിയാണ് എന്ന സൂചനകളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പയ്യന്നൂർ തളിപ്പറമ്പിൽ അഭിഭാഷകയും കുടുംബവും സ്വത്ത് തട്ടിയെടുക്കാൻ വൃദ്ധനെ കൊന്നു എന്ന ആരോപണം ശരിവെക്കുന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. 2013 സെപ്റ്റംബർ 13 സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാറായിരുന്ന ബാലകൃഷ്ണൻ മരണപ്പെടുന്നത്. മഹിളാ കോൺഗ്രസ് ജില്ലാ ഭാരവാഹിയും കോൺഗ്രസ് അഭിഭാഷക അസോസിയേഷൻ നേതാവുമായ ശൈലജയും ഭർത്താവും ചേർന്ന് സ്വത്ത് തട്ടിയെടുക്കാൻ ബാലകൃഷ്ണനെ കൊന്നുവെന്നായിരുന്നു പരാതി. ഭർത്തൃമതിയായ ജാനകിയെ ബാലകൃഷ്ണന്റെ ഭാര്യയായി പ്രതിഷ്ഠിച്ച് ഇവരുടെ അധീനതയിലുള്ള സ്വത്തുക്കൾ തട്ടുക എന്നുള്ളതായിരുന്നു. ബാലകൃഷ്ണന്റെ മരണം ദുരൂഹ മരണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇക്കഴിഞ്ഞ 22-ാം തീയതി നാട്ടുകാരും ബന്ധുക്കളും അയൽവാസികളും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് മിക്ക രേഖകളും അത് സംബന്ധിച്ച് ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, അതുപോലെ തന്നെ ഡെത്ത് സർട്ടിഫിക്കറ്റ്, ക്രിമേഷൻ ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ച് കോടതിയുടെ പ്രാരംഭ വാദത്തിൽ തന്നെ ഇതിൽ കാമുണ്ടെന്ന് മനസ്സിലാക്കുകയും കോടതി ഇത് അന്വേഷിക്കണമെന്ന് ആവശ്യമായ ഉത്തരവ് പുറപ്പെടുവിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണങ്ങൾക്ക് വേണ്ടി കോടതി ഉത്തരവിടുകയും നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തത്. തിരുവനന്തപുരത്ത് നിന്നും പവർ ഓഫ് അറ്റോർണി എഴുതി വാങ്ങാൻ പരാജയപ്പെട്ട് വിദഗ്ധ ചികിത്സയുടെ പേരിൽ ബാലകൃഷ്ണനെ കണ്ണൂരിലേക്ക് കൊണ്ടുവരും വഴി കൊടുങ്ങല്ലൂരിൽ വെച്ച് ബാലകൃഷ്ണന്റെ മൃതദേഹം ആശുപത്രിയിലെത്തിക്കുകയായിരുന്നു. ആന്തരാവയവങ്ങൾക്ക് ഗുരുതരമായ പ്രശ്നമുണ്ടായതായും അൺനാച്ചുറൽ ഡെത്ത് എന്നും രേഖപ്പെടുത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണിത്. വ്യാജരേഖ സൃഷ്ടിക്കാൻ സഹായിച്ച ഉദ്യോഗസ്ഥരടക്കം 4 പേരാണ് പ്രതികൾ. ശൈലജ അടക്കമുള്ള പ്രതികൾ ഒളിവിലാണ്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ഗ്യാസ് സബ്സിഡി നിർത്തലാക്കുന്നതിനെതിരെ പാർലമെന്റിൽ വൻ പ്രതിഷേധം. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് രാജ്യസഭ പലതവണ നിർത്തിവച്ചു. സാധാരണക്കാരെ കൊള്ളയടിക്കുകയാണ് കേന്ദ്ര സർക്കാരെന്ന് സീതാറാം യെച്ചൂരി കുറ്റപ്പെടുത്തി. അനർഹർക്കുള്ള സബ്സിഡി നിർത്തലാക്കുമെന്നും എന്നാൽ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരം സബ്സിഡി നൽകുമെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി സഭയെ അറിയിച്ചു. 5 കോടി കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരം നൽകിവരുന്ന ഗ്യാസ് സബ്സിഡി നിലനിർത്തി മുഖം രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ. പാചകവാതക സബ്സിഡി മാർച്ച് വരെ മാത്രമാക്കിയതിനെതിരെ പാർലമെന്റിന്റെ ഇരുസഭകളിലും വൻ പ്രതിഷേധമുയർന്നു. ഇതേ തുടർന്നാണ് സബ്സിഡി വിഭജിക്കുന്ന കാര്യം രാജ്യസഭയിലുണ്ടായിരുന്ന പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അറിയിച്ചത്. എന്നാൽ ഇത്തരം നടപടികളല്ല, ഉത്തരവ് തന്നെ പൂർണ്ണമായും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില താഴുമ്പോഴാണ് കേന്ദ്ര സർക്കാർ സബ്സിഡി എടുത്തുകളഞ്ഞ് സാധാരണക്കാരെ കൊള്ളയടിക്കുന്നതെന്ന് സീതാറാം യെച്ചൂരി കുറ്റപ്പെടുത്തി.
ഗ്യാസ് വില താങ്ങാനാകാതെ വീണ്ടും പാവപ്പെട്ട സ്ത്രീകൾ വിറകടുപ്പുകളെ സമീപിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യവും കേന്ദ്ര സർക്കാർ ഓർമ്മിക്കണമെന്ന് യെച്ചൂരി പറഞ്ഞു. സമാജ്വാദി, JDU, തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങളും പ്രതിഷേധത്തിൽ അണിനിരന്നു. ഇതേ തുടർന്ന് 2 തവണ രാജ്യസഭ നിർത്തിവച്ചു. ലോക്സഭയിൽ അടിയന്തര പ്രമേയമായി വിഷയം ഉന്നയിക്കപ്പെട്ടെങ്കിലും സ്പീക്കർ അനുവദിച്ചില്ല. തുടർന്ന് ശൂന്യവേളയിൽ PK ശ്രീമതി, KC വേണുഗോപാൽ, NK പ്രേമേന്ദ്രൻ തുടങ്ങിയവർ വിഷയം സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. തിരുവനന്തപുരത്ത് ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ അന്താരാഷ്ട്ര 2020 മത്സരം നടത്താൻ യോഗ്യമാണെന്ന് BCCIയുടെ ടെക്നിക്കൽ കമ്മിറ്റി വിലയിരുത്തി. ഈ വർഷം ഈ സ്റ്റേഡിയത്തിൽ ഒരു അന്താരാഷ്ട്ര 2020 മത്സരവും BCCI അനുവദിച്ചു. തിരുവനന്തപുരം കാര്യവട്ടത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലേക്ക് രാജ്യാന്തര 2020 മത്സരം വിരുന്നെത്തുന്നു. കേരളത്തിലെ ക്രിക്കറ്റ് ആരാധകർക്ക് ആവേശം പകരുന്ന ഈ വാർത്ത BCCI ആണ് പുറത്തുവിട്ടത്. ഡിസംബർ 20-ന് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലാണ് പോരാട്ടം. കൊൽക്കത്തയിൽ നടന്ന BCCI ടൂർസ് ആൻഡ് ഫിക്ചേഴ്സ് കമ്മിറ്റിയാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊണ്ടത്. ഇതോടെ കൊച്ചിക്കു പിന്നാലെ കേരളത്തിൽ രാജ്യാന്തര ക്രിക്കറ്റ് മത്സരം നടക്കുന്ന രണ്ടാമത്തെ സ്റ്റേഡിയമായി കാര്യവട്ടം ഗ്രീൻഫീൽഡ് മാറും. ശ്രീലങ്കയുടെ ഇന്ത്യൻ പര്യടനത്തിലെ ടെസ്റ്റ് മത്സരങ്ങളൊന്നിന്റെ വേദിയായി തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തെ പരിഗണിക്കുന്നുണ്ടെന്ന് BCCI വൃത്തങ്ങൾ നേരത്തെ അറിയിച്ചിരുന്നു. എന്നാൽ 2020 മത്സരം നടത്താനാണ് അനുമതി ലഭിച്ചത്. 1988 ജനുവരി 25-നാണ് തിരുവനന്തപുരം അവസാനമായി ഒരു രാജ്യാന്തര ക്രിക്കറ്റ് മത്സരത്തിന് വേദിയായത്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന പരമ്പരയിലെ 7ാം ഏകദിനമാണ് അന്ന് തിരുവനന്തപുരത്ത് നടന്നത്. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയമായിരുന്നു അന്ന് വേദി. ഇപ്പോഴത്തെ ഇന്ത്യൻ പരിശീലകൻ രവി ശാസ്ത്രിയായിരുന്നു അന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ. കേരളം ആതിഥേയത്വം വഹിച്ച ദേശീയ ഗെയിംസിനു വേണ്ടിയായിരുന്നു 240 കോടി രൂപ ചെലവിട്ട് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം നിർമ്മിച്ചത്. 50,000 പേർക്ക് ഇവിടെ ഇരുന്ന് കളി കാണാം. അത്ലറ്റിക്സും ഫുട്ബോളും ഉൾപ്പെടെ വിവിധ മത്സരങ്ങൾക്കുള്ള സൗകര്യങ്ങളോടുകൂടിയാണ് സ്റ്റേഡിയം നിർമ്മിച്ചത്. എന്നാൽ ദേശീയ ഗെയിംസിനു ശേഷം ഇവിടെ കാര്യമായ മത്സരങ്ങളൊന്നും നടന്നിരുന്നില്ല. ഒടുവിൽ സ്റ്റേഡിയം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഏറ്റെടുക്കുകയായിരുന്നു. ഇതിനുശേഷമാണ് ഇവിടെ BCCIയുടെ സാങ്കേതിക സമിതി പരിശോധന നടത്തിയത്. സ്പോർട്സ് ഡെസ്ക്, പീപ്പിൾ TV. അന്താരാഷ്ട്ര നിലവാരമുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സ്റ്റേഡിയം എന്ന വിശേഷണത്തിന് അർഹമായ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് 2020 ക്രിക്കറ്റ് മത്സരം നടക്കാൻ പോകുന്നത്. കേരളത്തിലെ ആദ്യ അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് മത്സരത്തിന് വേദിയാകുന്ന കഴക്കൂട്ടത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ 50,000 ഇരിപ്പിടങ്ങൾ കാണികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ക്ലബ് ഹൗസ്, കളിക്കാർക്കായുള്ള താമസ സൗകര്യം, മൾട്ടി ജിം എന്നിങ്ങനെ പോകുന്നു തലസ്ഥാനത്തിന്റെ സ്വന്തം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ സൗകര്യങ്ങൾ. 2020 ക്രിക്കറ്റിന് വേദിയാകാൻ പോകുന്നത് തിരുവനന്തപുരം കഴക്കൂട്ടത്തെ ഈ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയമാണ്. ഈ വാർത്ത പുറത്തു വന്നപ്പോൾ മുതൽ തന്നെ ക്രിക്കറ്റ് പ്രേമികളെല്ലാം തന്നെ ആവേശത്തിലായിരിക്കുന്നു. ഡിസംബർ 20-ന് ഇവിടെ ആവേശം ജനിപ്പിച്ചുകൊണ്ട് ക്രിക്കറ്റ് പ്രേമികളെ ആവേശത്തിലാക്കിക്കൊണ്ട് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള മത്സരം അരങ്ങേറും. ICC സംഘം നേരിട്ട് പരിശോധന നടത്തി 5 സ്റ്റാർ പദവി കൊടുക്കാവുന്ന നിലവാരത്തിലുള്ള സ്റ്റേഡിയം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന സ്റ്റേഡിയം കൂടിയാണ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. അന്താരാഷ്ട്ര നിലവാരത്തിലെ സ്റ്റേഡിയത്തിൽ ക്ലബ് ഹൗസ്, കളിക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യം, മൾട്ടി ജിം എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട്. 50,000 കാണികൾക്ക് ഇവിടെ ഇരുന്ന് വിശാലമായി കളി ആസ്വദിക്കാം. ഇംഗ്ലണ്ടിലെ സ്റ്റേഡിയങ്ങൾ പോലെ ഗ്യാലറിയും ഗ്രൗണ്ടും തമ്മിലുള്ള അകലം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലും കുറവാണ്. അതുകൊണ്ട് തന്നെ കളി കാണാനെത്തുന്നവർക്ക് കളിക്കാരെയും കളിയുടെ സുവർണ നിമിഷങ്ങളെയും കൂടുതൽ അടുത്തു കാണാനും ആവും. അത്യാധുനിക രീതിയിലുള്ള ഇരിപ്പിടങ്ങളും സ്റ്റേഡിയത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ടെലിവിഷൻ സംപ്രേഷണത്തിന് ഏറ്റവും അനുയോജ്യമായ സൗകര്യങ്ങളുള്ള സ്റ്റേഡിയം എന്നതും ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിനെ മികവുറ്റതാക്കിയിരിക്കുന്നു. വാഹനങ്ങൾക്കുള്ള പാർക്കിംഗ്, കളിക്കാരുടെ സുരക്ഷ, കാണികൾക്ക് കളി കണ്ടു മടങ്ങാനുള്ള വിശാലമായ പ്രവേശനം തുടങ്ങിയവയ്ക്ക് ഇവിടെ പ്രത്യേക സംവിധാനമുണ്ട്. മികച്ച പിച്ച് എന്ന തരത്തിലുള്ള അഭിനന്ദനവും തലസ്ഥാനത്തിന്റെ അഭിമാനമായ കഴക്കൂട്ടത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന് സ്വന്തം. 50,000-ലധികം കാണികൾക്ക് ഇവിടെ ഇരുന്ന് തത്സമയം കളി ആസ്വദിക്കാവുന്നതാണ്. ഏതായാലും ഈ കളി തിരുവനന്തപുരത്ത് എത്തിയതോടുകൂടി തന്നെ തിരുവനന്തപുരത്തുകാരും ആവേശത്തിലായിരിക്കുന്നു. ഇനി ഡിസംബർ 20-നായുള്ള കാത്തിരിപ്പ്. ക്യാമറാമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം സുനിൽ അരിമാനും. ലോക അത്ലറ്റിക് മീറ്റിൽ തന്നെ പങ്കെടുപ്പിക്കണമെന്ന ഉത്തരവ് നടപ്പാക്കാത്തതിനെതിരെ PU ചിത്ര സമർപ്പിച്ച കോടതിയലക്ഷ്യ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് വിട്ടു. ഇതിനിടെ വിഷയത്തിൽ വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ സാവകാശം തേടി. എന്നാൽ കോടതി ഇതിന് അനുവദിച്ചില്ല. കഴിഞ്ഞ ദിവസം PU ചിത്രയുടെ കോടതിയലക്ഷ്യ ഹർജി പരിഗണിച്ച കോടതി ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷനോട് വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിരുന്നു. കോടതി ഉത്തരവ് നടപ്പിലാക്കാത്ത സാഹചര്യം വിശദീകരിച്ച് സത്യവാങ്മൂലം സമർപ്പിക്കാനായിരുന്നു നിർദ്ദേശം. എന്നാൽ ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ ഇത് പാലിച്ചില്ല. ഉദ്യോഗസ്ഥർ ലണ്ടനിലായതിനാൽ കൂടുതൽ സമയം വേണമെന്നായിരുന്നു ഫെഡറേഷന്റെ ആവശ്യം. ഇത് കോടതി അംഗീകരിച്ചില്ല. ഫെഡറേഷന്റെ നടപടി വ്യക്തമായ കോടതി ലക്ഷ്യമാണെന്ന് ചിത്രയുടെ അഭിഭാഷകനും വാദിച്ചു. ഇത് പരിഗണിച്ച കോടതി കേസ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ചിന് കൈമാറുന്നതായി അറിയിക്കുകയായിരുന്നു.
കോടതിയലക്ഷ്യ നടപടികൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായാണിത്. സിംഗിൾ ബെഞ്ചിന് കോടതിയലക്ഷ്യ ഹർജികൾ പരിഗണിക്കാനാവില്ല. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തലസ്ഥാനത്ത് അക്രമ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും സമാധാനം ഉറപ്പാക്കുന്നതിനും വേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കാൻ BJP, CPIM ജില്ലാ നേതൃത്വങ്ങളുടെ തീരുമാനം. അതീവ ശ്രദ്ധയോടെ വിഷയങ്ങളെ കൈകാര്യം ചെയ്യാനും പ്രകോപനപരമായ രീതിയിൽ പ്രവർത്തിക്കാതിരിക്കാനും ഇത് സംബന്ധിച്ച് താഴെത്തട്ടിൽ നിർദ്ദേശം നൽകാനും പാർട്ടി നേതാക്കൾ പങ്കെടുത്ത ഉഭയകക്ഷി ചർച്ചയിൽ ധാരണയായി. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് തിരുവനന്തപുരത്ത് ഉഭയകക്ഷി ചർച്ച നടന്നത്. തലസ്ഥാനത്ത് BJP, RSS, CPIM ആക്രമണങ്ങൾ വ്യാപകമായ പശ്ചാത്തലത്തിൽ സമാധാനം ഉറപ്പാക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ ചർച്ച നടത്തിയിരുന്നു. ഈ യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ BJP, CPIM നേതാക്കളുടെ ഉഭയകക്ഷി ചർച്ച നടന്നത്. CPIM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനത്തലവട്ടമാനന്ദൻ, സംസ്ഥാന കമ്മിറ്റി അംഗം V. ശിവൻകുട്ടി, BJP ജില്ലാ പ്രസിഡന്റ് സുരേഷ്, RSS ഭാരവാഹികളായ TV പ്രസാദ് ബാബു, P. സുധാകരൻ തുടങ്ങിയവർ ഉഭയകക്ഷി ചർച്ചയിൽ സംബന്ധിച്ചു. അതീവ ജാഗ്രതയോടെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യണം. താഴെത്തട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ജില്ലാ നേതൃത്വം കൃത്യസമയത്ത് ഇടപെട്ട പരിഹാരം കാണണം. അക്രമങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം തുടങ്ങിയ കാര്യങ്ങൾ യോഗത്തിൽ തീരുമാനമായി. CPIM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ, അതാത് പാർട്ടികൾ BJP ആയാലും CPM ആയാലും പ്രകോപനപരമായൊരു അന്തരീക്ഷം ഒരിക്കലും ഉണ്ടാവാതിരിക്കാൻ അതീവ ശ്രദ്ധയോടെ ഇടപെടാനും മേലത് ആവർത്തിക്കാതിരിക്കാൻ ഉള്ള എല്ലാ നടപടികളും സ്വീകരിക്കാനും സമാധാനം നിലനിർത്താനും വേണ്ടിയുള്ള ഇടപെടൽ നടത്തണം എന്ന് തീരുമാനിക്കുകയാണ്. ക്രിമിനലുകളെയും രാഷ്ട്രീയക്കാരെയും വേർതിരിച്ച് കാണണമെന്ന് BJP യോഗത്തിൽ ആവശ്യപ്പെട്ടു. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് S. സുരേഷ്, ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് സമാധാനം ആയതുകൊണ്ട് ആ സമാധാനത്തിലേക്ക് ഈ നാട്ടിനെ കൊണ്ടുപോകുന്നതിന് വേണ്ടി എല്ലാവിധമായിട്ടുള്ള താല്പര്യവും അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളും BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകും. യോഗത്തിൽ കൈക്കൊണ്ട തീരുമാനങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ ഉടൻ അവരുടെ കീഴ്ഘടകങ്ങൾക്ക് കൈമാറും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. BJP ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ സ്ത്രീയെ അപമാനിച്ചതിന് പോലീസ് കേസെടുത്തു. അയൽവാസിയായ ദളിത് വീട്ടമ്മയുടെ പരാതിയിലാണ് കേസ്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗമായ നിലമ ഗോപാലിനെതിരെ ലൈംഗികോദ്ദേശത്തോടെ സ്ത്രീയെ സ്പർശിച്ചതിനാണ് കാട്ടാക്കട പോലീസ് കേസെടുത്തത്. വീട്ടിൽ ഭർത്താവില്ലാത്ത സമയത്ത് അതിക്രമിച്ചു കയറി കടന്നുപിടിച്ചുവെന്നാണ് വീട്ടമ്മയുടെ പരാതി. ഫാഷൻ ലോകത്ത് പുതിയ തരംഗവുമായി ഇന്ത്യൻ ഫാഷൻ ലീഗ് 2017 നാളെ കൊച്ചിയിൽ നടക്കും. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഡിസൈനർ ഷോയാണ് നാളെ നടക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. കൊച്ചി ക്രൗൺ പ്ലാസയിൽ രാവിലെ 10 മണി മുതൽ രാത്രി 11 വരെയാണ് ഇന്ത്യൻ ഫാഷൻ ലീഗ് നടക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയരായ മുൻനിര മോഡലുകൾക്ക് പുറമെ ഇന്ത്യയിലെ 30 ഫാഷൻ ഡിസൈനർമാരും ഫാഷൻ ലീഗിൽ അണിനിരക്കും. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഡിസൈനർ ഷോ എന്ന നിലയിലാണ് ഇന്ത്യൻ ഫാഷൻ ലീഗ് 2017 അരങ്ങേറുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. ഓരോ സെഗ്മെന്റിൽ നമ്മളിപ്പോൾ 6 റൗണ്ട്സ് തന്നെ ഓരോ റൗണ്ടിലും 3-4 ഡിസൈനേഴ്സ് ആണ് ഓരോ റൗണ്ടിലും ഷോക്കേസ് ചെയ്യുന്നത്. അങ്ങനെ 6 റൗണ്ട്സ് ആണ്. താങ്ക്സ് ടു ഓൾ ദ ലവ്ലി മോഡൽസ് ഹു കമ്മിങ് ഡൗൺ ഓൾ ദ വേ ഫ്രം ബാംഗ്ലൂർ, ഹൈദരാബാദ്, ചെന്നൈ, മുംബൈ എല്ലാം നമുക്ക് എല്ലാ പ്രമുഖ മോഡൽസും നാളെ അണിനിരക്കുന്നുണ്ട്. താങ്ക് യു ഓൾ ദ മെയിൽ മോഡൽസ് ആൻഡ് ദ ഫീമെയിൽ മോഡൽസ്. താങ്ക് യു ഓൾ. നിക്കി ഗിൽറാണി, ഭാമ, പാർവതി ഓമനക്കുട്ടൻ, വിഷ്ണുപ്രിയ, സരയു, കാവ്യ സുരേഷ് തുടങ്ങി ബോളിവുഡ്, മോളിവുഡ് സെലിബ്രിറ്റീസിന്റെ വിശിഷ്ട സാന്നിധ്യവും ഫാഷൻ ഷോയ്ക്ക് നിറപ്പകിട്ടേകും. ഡോക്ടർ ജാജിമോൾ, ശ്രാവൺ രാമസ്വാമി, നൌഷിജ, ശ്വേത മേനോൻ, ഉനൈസ് മുസ്തഫ, സന്തോഷ് കുമാർ തുടങ്ങി ഡിസൈനർമാരും മേക്കപ്പുമാരുമാണ് സുന്ദരികളെ അണിയിച്ചൊരുക്കുക. എസ്പാനിയോ ഇവന്റ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡാണ് സംഘാടകർ. ഡാലു കൃഷ്ണദാസാണ് ഷോ ഡയറക്ടർ. ഇടവേള ബാബു, സുൽഫി, അൻവർ AT തുടങ്ങിയവരും ഷോയുടെ സംഘാടകരാണ്. കൊച്ചിയിൽ വരാൻ പോകുന്ന ഇന്റർനാഷണൽ ലീഗിന്റെ ലോഗോ പ്രകാശനവും ചടങ്ങിൽ നടന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.